നമസ്കാരം. നമുക്കെല്ലാവർക്കും എഡിസൻ്റെ അമ്മയുടെയും കഥ അറിയാലോ അല്ലേ? സ്കൂളിൽ നിന്ന് നിങ്ങളുടെ മകൻ വെറും മണ്ടനാണ്, ഇനി സ്കൂളിലേക്ക് വിടണ്ട എന്ന് പറഞ്ഞു വിട്ട ഒരു ടീച്ചറിൻ്റെ ലെറ്റർ മകൻ അമ്മയുടെ കൈക്കൊണ്ട് കൊടുക്കുമ്പോൾ ആ മകനോട് അമ്മ പറയുന്നത്, അമ്മയോട് മകൻ ചോദിക്കും എന്താ കൊടുത്തു വിട്ടേ എന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയും, എൻ്റെ മകൻ വളരെ മിടുക്കനാ, ഈ സ്കൂളിൻ്റെ സാഹചര്യങ്ങൾ പോരാ അവൻ്റെ വളർച്ചയ്ക്ക്, അതുകൊണ്ട് വീട്ടിൽ നിന്ന് തന്നെ പഠിപ്പിച്ചാൽ മതി എന്നാ പറഞ്ഞ്. അങ്ങനെ ആ അമ്മ ആ മകന് കൂടെ സപ്പോർട്ടായി നിന്ന് ആ മകൻ ഒരു വലിയ സയൻറ്റിസ്റ്റായി അല്ലേ? അതുപോലെ നമ്മുടെ കുട്ടികൾക്ക് സപ്പോർട്ടായിട്ട് അവരുടെ ഉള്ളിലെ അനന്ത സാധ്യതകൾ കണ്ടെത്തി അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, കുട്ടികളെ വേറൊരാളുമായിട്ട് കമ്പയർ ചെയ്യരുത്, താരതമ്യം ചെയ്യരുതെന്ന് അല്ലേ? എങ്കിലും ഇപ്പോഴും കമ്പാരിസൺ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് 1-2 കുട്ടികളുള്ള വീടുകളിൽ ഒരു കുട്ടിയെ വേറൊരു കുട്ടിയുമായിട്ട് കമ്പയർ ചെയ്യും, അല്ലെങ്കിൽ ഒരു കുട്ടിയുള്ളെങ്കിൽ ആ കുട്ടിയെ അവൻ്റെ കൂട്ടുകാരനുമായിട്ട് കമ്പയർ ചെയ്യും. അവന് വാങ്ങിക്കാമല്ലോ, നീയൊക്കെ ഒരു ക്ലാസ്സിലല്ലേ ഇരിക്കണം, പിന്നെ അവന് വാങ്ങിക്കാമെങ്കിൽ നിനക്ക് എന്താ വാങ്ങിച്ചാ എന്ന് ചോദിക്കും. പിന്നെ ചിലപ്പോൾ ആണെങ്കിൽ നമ്മൾ പറയും, നമ്മളിപ്പോൾ വേറൊരാളോട് സംസാരിക്കുമ്പോഴായിരിക്കും, പേരൻസ് ടീച്ചേഴ്സും കൂടെ സംസാരിക്കും. അപ്പോൾ പ്രത്യേകിച്ച് ഓപ്പൺ ഹൗസിനൊക്കെ പോകുമ്പോൾ ബഹുരസമാണ്. ടീച്ചേഴ്സ് ചുറ്റും കുറേ പേരൻസ് കാണും, അവരുടെ മുമ്പിൽ നിന്നാണ് നമ്മൾ ടീച്ചേഴ്സിനോട് സംസാരിക്കുന്നത്. അപ്പോഴത്തേക്കിനും പറയോ, ഇവൻ മോശമാണ്, ഇവനിങ്ങനെ അല്ലേ, ഇവന് സയൻസ് ഒന്നും അവന് പറ്റത്തില്ല, അവനൊന്നും പഠിക്കത്തില്ല എന്നൊക്കെ പറയും. ഇതൊക്കെ ഈ കുഞ്ഞ് കേട്ടോണ്ടിരിക്കുകയാണ്. എന്നിട്ട് മറ്റവൻ വലിയ മിടുക്കനാണ് എന്നും പറയും. ഇവരെന്താ ഒരു വീട്ടിൽ നിന്നല്ലേ വരുന്നത്, പിന്നെന്താ അവർക്ക് സാധിക്കാത്തതെന്നൊക്കെ ചോദിക്കാറുണ്ട് പല ടീച്ചേഴ്സും. പക്ഷേ ഇത് ഇപ്പുറത്തിരിക്കുന്ന ആൾ കേൾക്കുന്നുണ്ടെന്ന് നമ്മൾ ടീച്ചേഴ്സും വിചാരിക്കുന്നില്ല, പേരൻസും വിചാരിക്കുന്നില്ല. പിന്നെ വെറുതെ തമാശയ്ക്ക് കൂട്ടുകാരാണേലും അല്ലെങ്കിൽ കൂടപ്പറപ്പുകളാണെങ്കിലും, നീ പൊട്ടനാടാ, നീ മണ്ടനാടാ, നിന്നെ കൊണ്ട് കണക്ക് ചെയ്യാൻ പറ്റത്തില്ലടാ, നിനക്ക് എന്തിനു സാധിക്കടാ എന്നൊക്കെ ചോദിക്കും. പക്ഷെ അത് തമാശയ്ക്ക് അവർ വിചാരിക്കുന്ന കാര്യം ഈ കുഞ്ഞിൻ്റെ ഉള്ളിലേക്കാണ് ഇത് കയറുന്നത്. സ്വന്തമായിട്ട് വിചാരിച്ചു വെക്കും, ഞാൻ മണ്ടനാ, ഞാൻ വെറുതെയാ, ഞാനിത് പഠിച്ചിട്ട് കാര്യമില്ല, ഞാൻ എത്ര പഠിച്ചാലും എനിക്ക് അവിടെ പോയി കണക്ക് ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് ഫിസിക്സ് പഠിച്ചാൽ അവിടെ എഴുതാൻ പറ്റത്തില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസക്കുറവ് അവനിൽ വളർത്തുകയാണ് നമ്മൾ ചെറുതിലെ ചെയ്യുന്നത്. അതൊരിക്കലും ചെയ്യരുത്. കുഞ്ഞിന് മാത്സ് ഇച്ചിരി പുറകോട്ടാണെങ്കിൽ നമ്മൾ അവനെ അതിനുള്ള രീതിയിൽ അവനെ മുൻപോട്ട് കൊണ്ടുപോകാനുള്ള മാർഗങ്ങൾ തേടുക. അവന് ചിലപ്പോൾ മാത്സ് അവനെ കൊണ്ട് അത്രേ പറ്റത്തുള്ളായിരിക്കും. അപ്പോൾ കുറച്ച് ഇപ്പം ഒരു പാസ്സാകാനുള്ള മാർക്ക് ഒപ്പിക്കാനുള്ള പരിപാടി, ഒരു 50% നമ്മൾ ചെയ്തു കൊടുക്കുക. അവൻ ബാക്കി ചിലപ്പോൾ അവൻ എക്കണോമിക്സോ സയൻസ് സോഷ്യൽ സ്റ്റഡീസ്, അതായത് ആർട്സ് സബ്ജക്ട്സുകളായിരിക്കും അവന് എളുപ്പം. അവനെ ആ രീതിയിൽ ഫോക്കസ് ചെയ്ത് അവനെ വിടുക. അവൻ വ്യത്യസ്തനാണ് മറ്റേയാളെക്കാളും. ഓരോരുത്തരും വ്യത്യസ്തരാണ് ഓരോരുത്തരെക്കാളും. ഒരിക്കലും ഒരാൾ തന്നെയല്ലല്ലോ മറ്റേയാള്. എങ്കിൽ പിന്നെ നമ്മുടെ ഈ ലോകം ഇങ്ങനെ ആകുമായിരുന്നോ? എല്ലാവരും ഒരേ ജോലി ചെയ്ത് ഒരേ രീതിയിൽ ആവത്തില്ലായിരുന്നോ? അപ്പോൾ ഒരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങളെ തളർത്തരുത്. അവരെ ഉയർത്തിക്കൊണ്ട് വരേണ്ടവരാണ് നമ്മൾ, പേരൻസ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും. അതുകൊണ്ട് അവരിലെ സാധ്യതകൾ കണ്ടെത്തി ഉയർത്തിക്കൊണ്ട് വരിക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. താങ്ക് യു.